ആ ഓട്ടോറിക്ഷക്കാരുടെ മേലേക്കാണ് ഇവരുടെ അഭ്യാസം കഴിവതും വരുന്നത്. അധികാരികളൊന്ന് കണ്ണു തുറന്ന് മാത്രം മതി. ഞങ്ങൾക്ക് ഇവിടെ വണ്ടി ഇടാൻ യാതൊരു നിവൃത്തിയില്ല. ഇത്രത്തോളം കാര്യങ്ങൾ ശുഷ്കാന്തിയായിട്ട് ചെയ്യേണ്ട നമ്മൾ. ഹലോ നമസ്കാരം, ഞാൻ സതീഷ് വയനാട് വണ്ടിമേലിൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനേ നമ്മുടെ വയനാട്ടിലെ അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ കീഴിലുള്ള അന്താരാഷ്ട്ര പുഷ്പമേള നടക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, വയനാട്ടിലെ അമ്പലവയൽ. ഇതാ ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഞാൻ നമ്മുടെ ഈ ഓട്ടോ സ്റ്റാൻഡിലെ നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും കൂടിയിട്ട് ഒരു കാര്യം ചിന്തിച്ചപ്പോൾ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ഒരു അടുക്കും ചിട്ടോടുകൂടി വണ്ടികളൊന്ന് ഇടാൻ വേണ്ടിയിട്ട് ലൈൻ വരക്കാനും അതുപോലെ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ ഈ സ്റ്റാൻഡിലെ വണ്ടികളൊക്കെ ഒന്ന് അടുക്കും ചിട്ടോട് ഇടാനും കൂടി ഒരു തയ്യാറെടുപ്പ് നേരത്തെ കൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ലൈൻ വരക്കലും കുറച്ച് ആളുകളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചറിയാനൊക്കെ ഉണ്ട്. ആളുകളെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാൻഡിലുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ പൂപ്പലി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓട്ടത്തിനെ കുറിച്ചൊക്കെ ഒന്ന് അവരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒന്ന് കാണണം കേട്ടോ, ഒന്ന് കണ്ടു നോക്കണം. ഓക്കെ, എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഇവിടെ വണ്ടി ഇടാൻ യാതൊരു നിവൃത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ ഒന്ന് ചെത്തിക്കോരി ഒരു ലൈനൊക്കെ വരച്ച് പിന്നെ ഓട്ടോ സ്റ്റാൻഡിന്നൊക്കെ ഒന്ന് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി അവിടെ. അല്ല, ഇങ്ങനെന്താ നേതാവായിട്ട് ഇങ്ങനെ നടക്കുന്നത്? അല്ല, അങ്ങനെയല്ല. ഇത്രത്തോളം കാര്യങ്ങൾ ശുഷ്കാന്തിയായിട്ട് ചെയ്യേണ്ട നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ കുറച്ചുകൂടി വേണം. അവരുടെ വന്നോണ്ടിരിക്കുന്നുണ്ട്. വരുമ്പോഴത്തേക്ക് ഇവിടെ പരിപാടി കഴിയും. അതാണ് ഒരു പ്രശ്നം. കഴിഞ്ഞില്ലേ? പരിപാടി കഴിഞ്ഞു. പക്ഷെ എന്നാലും അങ്ങനെയല്ലല്ലോ. നമ്മളുടെ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ പൂപ്പൊലി അത് ഗംഭീരമാക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ പൂപ്പൊലി ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഈ വൃത്തിയാക്കുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഈ വണ്ടി ഇടുന്നതിനെ പറ്റിട്ട് ഇപ്പൊ എന്താ ഇടുന്നതിനായിട്ട് ജനങ്ങൾ സഹകരിക്കുക, അത്രയും മാത്രം പറയാം. അപ്പൊ നമ്മളിവിടെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടെ ലൈൻ വരയ്ക്കുന്നുണ്ടല്ലോ. ലൈൻ വരയ്ക്കുന്നുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, ജനങ്ങളത് കണ്ട് മനസ്സിലാക്കി നമ്മളോട് സഹകരിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പൂർണ്ണ വിശ്വാസം. അതെ. അല്ല, 10-15 ദിവസം ഇവിടെ വലിയ ആഘോഷമല്ലേ? 15 അല്ല, 30 ദിവസം. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ വണ്ടി ഇപ്പൊ നിങ്ങൾ ഓട്ടത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? ഓട്ടം വളരെ നഷ്ടത്തിലായിരിക്കും. നഷ്ടത്തിലായിരിക്കും. ഇഞ്ച് പോലും നമുക്ക് വണ്ടി മുന്നോട്ട് പോകാൻ പറ്റില്ല. ലക്ഷങ്ങളിവിടെ വരുന്നുണ്ട്. ലക്ഷങ്ങളുടെ ഒരു ജനപ്രളയം തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ലക്ഷങ്ങളിവിടെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ വണ്ടിക്കാർക്ക് ഓട്ടോക്കാർക്ക് നഷ്ടക്കച്ചവടം എന്ന് തീർത്തും പറയേണ്ടി വരും. സാധാരണ നിലവിലുള്ള ഓട്ടം പോലും ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ സ്ഥിതി. അത് കുറ്റം പറയല്ല, പക്ഷെ നമ്മുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. പൂപ്പൊലി വരട്ടെ, നമ്മുടെ അമ്പലവയലിന്റെ വയനാടിന്റെ ദേശീയ ഉത്സവം തന്നെയായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. അങ്ങോട്ട് തിരിച്ചു നോക്കും. നമ്മുടെ പ്രിയപ്പെട്ട ശരിയാണല്ലോ, അധ്വാനിച്ച് കൈകാര്യം ചെയ്ത് നല്ല വൃത്തിയും വെടുപ്പുമാക്കുകയാണ് നമ്മുടെ ടൗണ്. സോറി, അതിനിടയിൽ കൂടെ ഈ നമ്മളെ അധ്വാനിക്കുന്ന ആളുകളെ വിട്ടുപോയി. അത് സാറില്ല, കുഴപ്പമില്ല. ഇവിടെ കാര്യമായിട്ടുള്ള പണിയൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ രാജേട്ടനാണ് ഇപ്പൊ ഇത് കൊണ്ടുപോകാൻ പോകുന്നത്. രാജേട്ടാ, പൂപ്പലിനെ പറ്റി 2 വാക്ക് പറഞ്ഞിട്ടോ. വണ്ടിക്കാരുടെ അവസ്ഥ വണ്ടിയെ ഓടാൻ പറ്റില്ല. ഫുള്ള് വണ്ടി വന്നിട്ട് നിറഞ്ഞോണ്ടിരിക്കുക. നമ്മുടെ സ്റ്റാൻഡിൽ വണ്ടി ഇടാനുള്ള സ്ഥലമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു വര വെച്ചിട്ട് നോ പാർക്കിംഗ് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ എഴുതാൻ വേണ്ടി പോകും. ഇത് ഏതെങ്കിലും രീതിയിൽ അധികാരികളുടെ അടുത്ത് എത്തുകയാണെങ്കിൽ നമുക്ക് വേണ്ടി അധികാരികൾ ഒരു സഹായം കൂടി ചെയ്തു തരണമെന്ന് വളരെ വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കുക. അധികാരികളൊന്ന് കണ്ണു തുറന്ന് മാത്രം മതി. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടും ഉറപ്പാണ്. എന്നാണ് നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരികൾ നമ്മുടെ ഓട്ടോ ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾക്ക് 10-15 ദിവസം നമുക്കും ജീവിക്കണം. ഇത് പ്രിയപ്പെട്ട സുഹൃത്തെ, പല നാട്ടിൽ നിന്നും പല രീതിയിൽ വരുന്ന ജനങ്ങളാണുള്ളത്. ആ ഓട്ടോറിക്ഷക്കാരുടെ മേലേക്കാണ് ഇവരുടെ അഭ്യാസം കഴിവതും വരുന്നത്. അത് എത്രത്തോളം പ്രായോഗികമായിട്ട് നമ്മളിവിടെ മുന്നോട്ട് പോകണമെന്ന് പറയുകയാൽ നമ്മുടെ അധികാരികൾ അതിനുവേണ്ടി കണ്ണു തുറക്കണം. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. അപ്പൊ ഇത് എന്തായാലും അധികാരികളുടെ ശ്രദ്ധയിൽ പെടുന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമുക്ക് ഇത് അധികാരികളുടെ ഇടയിലേക്ക് എത്തിക്കാം. ഓക്കെ, താങ്ക് യു. മുത്തപ്പനും രാജേട്ടനൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വണ്ടി ഇടാൻ കഴിയുന്നില്ല. പുറമേ നിന്നുള്ള വണ്ടികൾ സ്റ്റാൻഡിൽ ഇട്ടിട്ട് പോകും. ചിലപ്പോൾ 1 മണിക്കൂർ ഒക്കെ കഴിയുമ്പോഴായിരിക്കും അവർ വരുന്നത്. ഞങ്ങളിങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സാധാരണ ഓടുന്ന ഓട്ടം പോലും ഞങ്ങൾക്ക് സാധാരണ കിട്ടൂല. ഇതൊരു പരാജയമായിട്ട് പറയല്ല, ഇതിപ്പോ ആരോടും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞങ്ങളൊരു അനുഭവം പറയണം. എന്താ വെച്ചാൽ പൂപ്പലിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോക്കാർക്കും കച്ചവടക്കാർക്കൊന്നും വലിയ കച്ചവടമൊന്നുമില്ല. കാരണം വെച്ചാൽ പിന്നെ അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഉത്സവ കച്ചവടത്തിന് ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്ക് കച്ചവടം ഉണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് സാധാരണ നിലവിലുള്ള ഓട്ടം കൂടി ഉണ്ടാവാതിരിക്കാണ് സാധാരണ ചെയ്യുക. അതാണ് രാജേട്ടൻ പറഞ്ഞത്. നമ്മള് മൈക്കിന്റെ ഒരു കുറവുള്ളത് കൊണ്ട് ചിലപ്പോൾ കുറച്ച് ശരിക്കും വോയിസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി എടുത്തു പറയാണ്. രാജേട്ടൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാല് നമ്മളിപ്പോ ഇവിടെ ഓട്ടോ ഓടുന്ന ആളുകൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂപ്പൊലി വരുന്ന സമയത്ത് വലിയ സന്തോഷമൊന്നുമില്ല. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂപ്പൊലി വന്നു കഴിഞ്ഞിട്ട് പറയും ഇനിയിപ്പോ ഉള്ള ഓട്ടം കൂടി പോയല്ലോ എന്നാണ് പറയാ. കാരണം മൊത്തം ബ്ലോക്ക് ആയിരിക്കും. 2-3 കിലോമീറ്റർ ചുറ്റളവിൽ മൊത്തം ബ്ലോക്ക് ആയിരിക്കും. ഈ ബ്ലോക്കിന്റെ ഇടയിൽ കൂടെ നമുക്ക് എവിടെ ഓടാൻ പറ്റൂല. സാധാരണ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടം പോലും
ഞങ്ങൾക്ക് ഓടാൻ പറ്റൂല. അതൊക്കെയാണ് നമ്മുടെ ഒരു അനുഭവം പൂപ്പൊലിന്റെ. ജനലക്ഷങ്ങൾ വരുന്നതാണ്, നാട്ടിലെ വലിയൊരു മഹോത്സവമാണ്, അടിപൊളിയാണ് പൂപ്പൊലി, എല്ലാം ഓക്കെയാണ്. അപ്പൊ ഞങ്ങളെ ഈ സ്റ്റാൻഡില് എന്തായാലും ഞങ്ങളിവിടെ സ്റ്റാൻഡൊക്കെ ഒന്ന് അടിച്ചു മാറ്റി വൃത്തിയാക്കി ഞങ്ങൾക്ക് ഇവിടെ സ്റ്റാൻഡിന്റെ ഒരു ഇതുണ്ട്, കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റാൻഡിനെ ഒന്ന് വൃത്തിയാക്കി വെക്കുന്നു. ഒന്ന് ഒരു വരയൊക്കെ ഇട്ട് വെച്ച ഒരു അടയാളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വണ്ടികള് നിർത്തുന്നിടത്തിൽ വേറെ ആരും വന്നിട്ട് ഇനിയിപ്പോ അതിക്രമിച്ച് വന്ന് അറിയാതെ ആണെങ്കിലും വന്നിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാതിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഇതൊക്കെയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള്. പൂപ്പൊലി തുടങ്ങിയിട്ട് 7ാമത്തെ വർഷമാണ്. ഞാൻ 98 മുതൽ അമ്പലവയൽ സ്റ്റാൻഡിൽ വണ്ടി ഓടിക്കുന്ന ആളാണ്. പൂപ്പൊലി വന്നതിന് ശേഷം 5 മണിക്ക് ശേഷം പിന്നെ ഓടാനേ പറ്റില്ല. 10 മണി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ഓട്ടം പൂപ്പൊലിന്റെ ഇതിൽ കിട്ടുമെന്നല്ലാതെ വേറെ ഒരു ഗുണവും വണ്ടിക്കാർക്ക് ഇതുകൊണ്ടില്ല. വണ്ടിക്കാർക്കും കച്ചവടക്കാർക്കും ഒന്നുമില്ല. വണ്ടിക്കാർക്കും കച്ചവടക്കാർക്കും പ്രൈവറ്റ് വണ്ടിയും കൊണ്ട് വന്നിട്ട് ഇവര് പരിപാടിയും കണ്ട് പോകുക എന്നല്ലാതെ വേറൊരു കാര്യം ഇതിൽ കാണാനില്ല. കൊറോണ കഴിഞ്ഞ ശേഷം ഓട്ടം അന്നുള്ളതിന്റെ ഭാഗം ഓട്ടമല്ല. കൊറോണ കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതിൽ കൂടുതൽ നമുക്കും ബാധിച്ചു അല്ലെ? ബാധിച്ചു. ഒരു വീട്ടില് 2 സ്കൂട്ടി 2 കാറില്ലാത്ത വീട് വളരെ ദുർലഭമേ ഉള്ളൂ. അത് കാരണം നമുക്ക് ഓട്ടമല്ല. 2 ചാക്കും 3 ചാക്കും ഉള്ള സാധനങ്ങളൊക്കെ സ്കൂട്ടിയിൽ പോകും. അതുകൊണ്ട് നമ്മളങ്ങനെ ആരും വിളിക്കൂല. അജയേട്ടന് ഓട്ടത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ എന്താ സ്ഥിതി? പഴയ ഡ്രൈവറല്ലേ, അപ്പൊ എന്താ സ്ഥിതി? പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ എന്താ സ്ഥിതി ഓട്ടത്തിന്റെ അവസ്ഥ? ഓട്ടം എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. അതായത് ഒരു വീട്ടിൽ ഒരു വണ്ടി ഇല്ലാത്ത ജനങ്ങളില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ സ്കൂട്ടി എന്നുള്ള സംഭവം വന്നതോടുകൂടി ഞങ്ങളുടെ ഓട്ടം അതിലാണ് പോയത്. അത് തന്നെയാണ് ഇപ്പൊ രാജേട്ടനും പറഞ്ഞത് ശരിക്കും. പക്ഷെ അതെല്ലാം നല്ലതാണ്, കാലത്തിനനുസരിച്ച് മാറ്റം അനിവാര്യമാണ്. എന്നിരുന്നാലും ഈ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ വയനാട്ടിൽ എത്ര 1000 കുടുംബങ്ങളാണ് ഈ ഇതുകൊണ്ട് ഉപജീവനം നടത്തി പോകുന്നത്. ബഹുമാനപ്പെട്ട അധികാരികൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ പൂപ്പൊലി നമുക്ക് വളരെ സന്തോഷമുള്ളത് തന്നെയാണ്, ജനങ്ങൾക്ക് വേണ്ടത് തന്നെയാണ്. ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്തുകൊണ്ടെന്നാല് ഈ പൂപ്പൊലി കാണാൻ വരുന്നതെല്ലാം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങളാണ്. ഓട്ടോ ഓടിച്ചിട്ട് നമുക്ക് ഒരു കൂലി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. പ്രത്യേകിച്ച് എന്തെല്ലാം വാക്കുതർക്കങ്ങളാണോ ഈ 30 ദിവസം ഇവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട അധികാരികൾ ഇതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ അവർ ശ്രദ്ധിച്ചിട്ട് ഇത് വലിയ കാര്യമാക്കാണ്ട് നൈസായിട്ട് പിൻവലിയാണോ എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഉത്സവമാണ്. കാണുന്ന കാഴ്ചപ്പാടിലെ ആളുകൾക്കൊക്കെ തോന്നുന്നത് ഓട്ടോക്കാർക്ക് വലിയ ഗുണമാണ്. ഒരിക്കലുമില്ല. നിലവിലുള്ള ഓട്ടം കൂടി ഓടാൻ പറ്റൂല, ഓടാൻ കഴിയില്ല. അതിനുള്ള സ്പേസ് ഇല്ല ഇവിടെ, ബ്ലോക്ക് കാരണം. ഈ ബ്ലോക്കിനെ പറ്റി ശരിക്കും പറഞ്ഞാൽ അതിനൊന്ന് വിശദമായിട്ട് പഠിച്ചിട്ട് ഒരു ചെറിയൊരു ഇല്ല, ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ സ്പേസ് അത്രത്തോളം ഉള്ളതാണ്. അത്രത്തോളം ഉള്ളൂ. ഈ വലിയൊരു മഹോത്സവം ഇവിടെ നടക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ബസ്സുകൾ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. നമ്മുടെ അമ്പലയിൽ അതേയോടൊരു ബ്ലോക്കായി. വലിയ 2 ബസ്സുകൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കഴിഞ്ഞു. അവര് 2 മിനിറ്റ് അവർ നിർത്തിയിട്ടാൽ മതി. ഒരു 2 ബസ് എന്ന് പറയുമ്പോ നമ്മളെ ഇതിന് ലൈനിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ വണ്ടികൾ 2 കിലോമീറ്റർ വരേക്ക് നീണ്ട ബ്ലോക്കാണ്. കൊളകപ്പാറ വരെ 8 കിലോമീറ്റർ ദൂരമുള്ള കൊളകപ്പാറ വരെ ബ്ലോക്കാണ്. ഒരു വണ്ടി ഇവിടെ ജംഗ്ഷനിൽ വന്ന് നിർത്തി ആളെ ഇറക്കുന്നുണ്ടെങ്കിൽ ആ ആളെ ഇറക്കുന്നത് മൂലം ഒരു 10 കിലോമീറ്റർ ബ്ലോക്കാണ് അല്ലെ? ഇതിലെല്ലാം പരിതാപം എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ആരോഗ്യ മേഖലയിലേക്ക് വളരെ നഷ്ടമാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു ആംബുലൻസിന് കടന്നു പോകാൻ കഴിയും. ആംബുലൻസ് വളരെ ബുദ്ധിമുട്ടാണ്. എത്രയോ കേസുകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അധികാരികൾ അത് ഇതിനു മുമ്പ് തന്നെ അതിന് വേണ്ട ക്രിയേറ്റീവ് ചെയ്ത് കാര്യങ്ങളൊന്ന് വെടിപ്പാക്കി, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥര് അവർ നമ്മളോട് വളരെ നല്ല രീതിയിലാണ് സഹകരിക്കുന്നത്. ഒരു ഡ്രൈവറുടെ ഒരു ഇതേപോലത്തെ ഒരു എന്താ പറയാ ഈ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിക്കും വിഷമങ്ങളാണ് പറയുന്നത് അല്ലെ, വാഹനം ഓടിച്ചുള്ള ഒരു അറിവ് അനുസരിച്ചാണല്ലോ ഇവിടുത്തെ ബ്ലോക്കിനെ പറ്റി പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഡ്രൈവേഴ്സിന്റെ അടുത്തൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടൊക്കെ കുറച്ച് ഒരു രൂപരേഖ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് നല്ലൊരു മുതൽക്കൂട്ടാവും അല്ലെ, ഒരു മുതൽക്കൂട്ടാവും തീർച്ചയായിട്ടും. അപ്പൊ അധികാരികൾ ഇതുവരെ അതിനു വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയിട്ടില്ല. ഇവിടെ ഓടുന്ന ടാക്സിക്കാരെ വിളിക്കുക, അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുക, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നെല്ലാം ഒരു എന്താ പറയാ ഒരു ബേസ്മെന്റ് ചെയ്താൽ വളരെ നല്ല ഒരു പൂപ്പൊലിയായിട്ട് നമുക്ക് ഇപ്രാവശ്യം കൊണ്ടുപോവാം. ഓക്കെ, അതാണ് പറയാനുള്ളത്. എന്താ ഇത് മഞ്ഞുകൊണ്ട് നിൽക്കുന്നതിൽ തൊക്കൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവാണ്, ഒരു രക്ഷയില്ല. അപ്പൊ ആകെ നമ്മള് 3 ആളേ ഉള്ളൂ. പൂപ്പൊലി ആകുന്ന സമയത്തേ ഇവിടെ കാലുകുത്താനുള്ള സ്ഥലം ഉണ്ടാവില്ല.
അപ്പൊ ഞങ്ങളെ വണ്ടി ഇടാൻ വേണ്ടിയിട്ടുള്ള വരച്ച് ഇവിടം വരെ എത്തി. അപ്പൊ എന്തായാലും ഞങ്ങള് മാത്രമേ ഉള്ളൂ ഇപ്പോ. നമ്മളെ സ്റ്റാൻഡിലെ ഒരു മുതിർന്ന ആളാണ് കേട്ടാ. ബിരിയാണി എന്ത് ബിരിയാണി കൊടുന്നേ? അത് മന്തിയാണോ? നീ പോയിട്ട് നമുക്ക് ഒരു 5 ആംപ്ലേറ്റും പാർസൽ വാങ്ങിച്ചു. 5 ആംപ്ലേറ്റ് പാർസൽ വാങ്ങിക്കാൻ. എന്തായാലും മുത്തപ്പന്റെ വാക്ക് നമുക്ക് അനുസരിച്ചേ പറ്റുള്ളൂ. ഒരു 5 ആംപ്ലേറ്റ് മുത്തപ്പന്റെ വക. അപ്പൊ ഓക്കെ അല്ലേ? ഞാൻ പോയിട്ട് നല്ല ഒരു ചൂടോടെ 5 ഓംപ്ലേറ്റ് നമ്മള് ബാലേട്ടന്റെ അടുത്ത് മേടിച്ചിട്ട് വരാം. ഓക്കെ ബാലേട്ട, ഒരു 5 ഡബിള് പാർസലാക്കിയാലോ? ഓക്കെ. ഭയങ്കര പരസ്യല്ലേ? എല്ലാ ദിവസവും പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. പരസ്യമില്ലാതെ തന്നെ ആള് വരുന്നുണ്ട് ബാലേട്ടാ. പരസ്യമില്ലാതെ തന്നെ നല്ല ആളാ. എല്ലാ ദിവസവും വൈകുന്നേരം നല്ല പരിപാടികൾ വെക്കുന്നുണ്ടെന്നാണ്. കച്ചവടം കൂടുതലല്ല കച്ചവടം ചെയ്യാൻ പറ്റില്ലാന്ന്. ഈ ആൾക്കാർ ഇങ്ങനെ നോക്കി പോവാന്നല്ലാണ്ട് ഇവിടെയുള്ളവരും വരില്ല, നമ്മളെ കച്ചവടം ഉണ്ടാവില്ല. കച്ചവടം ചെയ്യാൻ പറ്റില്ല. എന്താ പറയാ, എപ്പോഴാ കച്ചവടം കിട്ടുമെന്ന് അറിയാം? 10 മണിക്ക് ശേഷം. 10 മണിക്ക് ശേഷം വെട്ടിയും തട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ആളുകൾ. ശരിക്കും പറഞ്ഞാൽ വണ്ടിക്കാരുടെ അവസ്ഥ പോലെ തന്നെ അല്ലേ? എന്താ എല്ലാരും ഇങ്ങനെ നോക്കി പോവാന്നല്ലാണ്ട് ആരും ഒന്നും ഇവിടെയുള്ള ആൾക്കാരും വരൂല. നമുക്കിവിടെ സ്ഥിരം വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരും വരില്ല. ഇവിടെ ഈ ആൾക്കാർ ഇങ്ങനെ നോക്കി പോകില്ല. അത് തന്നെ ഞങ്ങളും പറയല്. എന്താ അറിയോ, ഞങ്ങളുടെ അടുത്ത് പലരും ചോദിക്കും, ഇനി നിങ്ങൾക്ക് പൂപ്പൊലിയാകുമ്പോ നല്ല ഓട്ടല്ലേ ചോദിക്കും. ഇവിടെ വണ്ടി അനങ്ങൂലാന്ന്, പിന്നെ എങ്ങനെ ഓട്ടം ഉണ്ടാവും? അതെ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ചുറ്റളവില് ഫുള്ള് ബ്ലോക്ക് അല്ലേ? നമുക്കുണ്ടല്ലോ സാധാരണഗതിയിൽ വിളിക്കുന്ന ആളുകളില്ലേ, സാധാരണ വിളിക്കുന്ന ആളുകൾ തന്നെ നമ്മൾ വിളിക്കുന്ന സമയത്ത് 2 കിലോമീറ്റർ 1 കിലോമീറ്റർ ഒക്കെ പോകണം. നമുക്ക് ആ ഓട്ടം പോകാൻ പറ്റില്ല, ഭയങ്കര വിഷമമാണ്. അവരോട് പോകാൻ പറ്റൂല പറയാന്, പറ്റൂല എന്ന് പറയാനും പറ്റൂല. അതെ നമുക്ക് നാളെയും കാണേണ്ട ആൾക്കാരായിട്ട് കൊണ്ടേ എല്ലാ റോഡും ബ്ലോക്ക് ആയിരിക്കും. നാളെയും കാണേണ്ട ആൾക്കാരെ കൊണ്ട് വമ്പം പരിപാടി എന്നൊക്കെയാണ് പറയുന്നത്. കണ്ടമാനം പൂക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ പ്രാവശ്യം എല്ലാവരും വിചാരം എന്താ അറിയോ, പൂപ്പലായി കഴിഞ്ഞിട്ട് വണ്ടിക്കാർക്കും കച്ചവടക്കാർക്കും ഭയങ്കര. അമ്പലയില് ടൗണിൽ യാതൊരു മെച്ചമില്ല, അതുകൊണ്ട് ഒരു മെച്ചമില്ല ടൗണിൽ ഈ പൂപ്പൊലി കൊണ്ട്. പിന്നെ പൂപ്പൊലി കൊണ്ട് ആർക്കും മെച്ചമില്ല, അകത്ത് സ്റ്റാളുകാർക്ക് മെച്ചം. ആളുകൾക്ക് മെച്ചമാണ്. എന്തായാലും മിൻമോട്ടം ഉണ്ടാവും, കേറിയ വണ്ടി ഓടാൻ പറ്റണ്ടായിരുന്നു. എന്താ ചെയ്യാ, കച്ചവടം കുറവ് തന്നെയാണ്. ആണല്ലേ? സാധാരണ കച്ചവടം ആൾക്കാർ വരില്ലാന്ന്, എന്നാൽ ഇവിടെയുള്ള ആൾക്കാരെന്നെ വരൂല. ഇവിടെ തിരക്കായിരിക്കും എന്ന് വിചാരിക്കും. പിന്നെ ആൾക്കാർ ഇങ്ങനെ പോവുകയല്ലോ നോക്കിയിട്ട്. അപ്പൊ ജനങ്ങൾക്ക് നമ്മളിവിടെ ഭക്ഷണം കഴിച്ചതിന്റെ പ്രശ്നം. ശരിക്കും ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കച്ചവടം ഉണ്ടാവുന്ന ഫുഡല്ലേ? അല്ലല്ലേ? കച്ചവടം സാധാരണ എല്ലാ ജനങ്ങൾക്ക് ഭയങ്കര മടിയായിരിക്കും. ആൾക്കാർ ഇങ്ങനെ നോക്കി പോവല്ലേ. ഇപ്രാവശ്യം എന്താ പറയുക, നല്ല പരിപാടിയൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം പരിപാടി എന്തായാലും ഗംഭീരമാകുന്നുണ്ട്. നടക്കട്ടെ. 15 ദിവസം ഇത് 15 ദിവസമുണ്ടോ? 2-3 ദിവസമൊക്കെയാണ് ഞാൻ പൂട്ടിയിട്ടാണ്. പരിപാടി വേണ്ട നോക്കും. പരിപാടി വേണ്ട നിൽക്കുക. പലരുടെ ഒരു തീരുമാനം എനിക്ക് കേട്ടപ്പോഴേ അത് നിങ്ങൾ പറയുന്നില്ല. അതിന്റെ അടുത്ത് നാട്ടുകാരെ ചീത്ത വേറെ, പിന്നെ വരുന്നവരെ ചീത്ത. ഗൂഗിൾ പേയിലൊന്നും പൈസ തരില്ല, നെറ്റ് ജാമായിരിക്കുമല്ലോ. പൈസ തരില്ല, അപ്പുറം പോയിട്ട് കേട്ടാ. ഓ, ഇപ്പൊ അങ്ങനെ ഒരു വിഷയമുണ്ട്. ഒരു മനുഷ്യനും പൈസ തരില്ല അപ്പുറം പോയിട്ട്. അതായത് ഗൂഗിൾ പേന്റെ ഒരു വിഷയം കൂടി ഉണ്ട്. ശരിയാ, ഗൂഗിൾ പേ ഒരു ഭയങ്കര വിഷയമായിരിക്കും. ഇല്ലാത്തൊരവസ്ഥയിലായി. ശരിക്കും എന്താ പറയാ, പൂപ്പൊലിക്ക് ഇത് അവിടെ ആയിരംകൊല്ലി തന്നെ ഒരാളെ നിർത്തണം. അവിടെ വണ്ടി നിർത്താനുള്ള സംവിധാനം എല്ലാ സ്ഥലത്തും മഞ്ഞപ്പാറ. അങ്ങനെയാണെങ്കിൽ ടൗണ് ബ്ലോക്ക് ആവില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനം ചെയ്യേണ്ടി വരുന്നതാ തോന്നുന്നത്. പക്ഷെ അത് ആരും മുന്നിട്ടിറങ്ങിയേക്കുന്നുള്ളതാണ് അറിയാത്തത്. അതാണ് അതിന്റെ വിഷയം. ഞങ്ങളിത് വരച്ചത് ഇത്രത്തോളം എത്തിയിട്ടുണ്ട്. ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് വളരെ ഭംഗിയിൽ നമ്മുടെ സുധീഷ് ചേട്ടൻ വരച്ചിട്ടുണ്ട്. ആയിരംകൊല്ലിയിലെ ആർട്ടിക് ഷോപ്പ് നടത്തുന്ന ആളാണ്. നമ്മുടെ ഈ ചിത്രകാരന്റെ പേരാണ് കേട്ടോ സുധീഷ് ചേട്ടനാണ് നമുക്ക് ഇത് ഇത്രയും നന്നായിട്ട് വരച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാ നമ്മുടെ വീരാൻക്ക് കൊണ്ടുവന്ന ഭക്ഷണം കണ്ടില്ലേ? ചമ്മന്തി ഉണ്ട്, നല്ല അച്ചാറുണ്ട്, നല്ല ബിരിയാണി ഉണ്ട്. ഇതൊക്കെ ഇതാ ഗ്ലാസ്, വെള്ളം, എല്ലാ സംവിധാനങ്ങളും ഇതാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അടിപൊളി, സൂപ്പറാണ് കേട്ടോ. അടിപൊളി ഭക്ഷണം കഴിച്ചു. ഇത്രയും കഷ്ടപ്പെട്ട് വീരാൻക്ക് നമുക്ക് വേണ്ടി കൊണ്ടു തന്നു. സന്തോഷമുണ്ട്, പാവം. അപ്പൊ ഓക്കെ, എന്നാല് ഞങ്ങള് ഇനിയിപ്പോ 2-3 പേര് മാത്രമേ ഉള്ളൂ. സൗണ്ട് ക്ലിയർ ആയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് കുറച്ച് കിട്ടൂല. അപ്പോൾ വീരാൻക്കൻ്റെ നല്ല ബിരിയാണി, നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും കഴിച്ചു. പിന്നെ ഓംലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുത്തപ്പൻ്റെ വക, അതും കഴിച്ചു. ഞങ്ങളെ സ്റ്റാൻഡ് അടിപൊളിയാക്കിയിട്ടുണ്ട്. അടിപൊളിയാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന ആ വലിയ എന്താ പറയുക പുഷ്പമേളയുടെ
മുന്നോടിയായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് സ്റ്റാൻഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചെയ്തതാണ്. ഞങ്ങൾ ചെയ്തതിൻ്റെ ഭാഗം എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ വണ്ടികളൊന്നും വന്ന് അലങ്കോലമായിട്ട് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കഴിയുന്ന രീതിയിൽ ഞങ്ങളിവിടെ കുറച്ച് അതെ റോഡ് ബ്ലോക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ ചെയ്ത ഒരു കാര്യമാണത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മുത്തപ്പ പോയാലോ? നമുക്ക് എല്ലാ ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പണികളെല്ലാം കഴിഞ്ഞു, എല്ലാം കണ്ടീഷനായി. ഭക്ഷണം ഈരാക്കൊണ്ടൊന്ന് കഴിച്ചു, അടിപൊളിയായി, സന്തോഷമായി. ഇനി നമുക്ക് പിരിയാം. അപ്പോൾ ഇനി നമുക്ക് പിരിയാം. അപ്പോൾ ഗുഡ് നൈറ്റ്. അങ്ങനെയാണ് ഞങ്ങളിവിടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ക്ലിയർ ആക്കി ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.